വിശദമായി DMRC മുഖ്യ ഉപദേഷ്ടാവ് ഇ ശ്രീധർ ഇന്ന് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. കൊച്ചി മെട്രോയുടെ നിർമ്മാണ പുരോഗതി അദ്ദേഹം മുഖ്യമന്ത്രിയെ അറിയിക്കും. രാവിലെ 9:30 മുഖ്യമന്ത്രിയുടെ ചേംബറിലാണ് കൂടിക്കാഴ്ച. മെട്രോയുടെ നിർമ്മാണം അടുത്ത വർഷം മാർച്ചിൽ പൂർത്തിയാക്കണമെന്ന് നേരത്തെ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിരുന്നു. ഹെൽമറ്റ് ധരിക്കാതെ പെട്രോൾ പമ്പുകളിൽ ഇന്ധനം നിറയ്ക്കാനെത്തുന്ന ഇരുചക്ര വാഹന യാത്രികർക്കായി മോട്ടോർ വാഹന വകുപ്പും പോലീസും സംയുക്തമായി നടത്തുന്ന ബോധവൽക്കരണ പരിപാടികൾക്ക് ഇന്ന് തുടക്കമാകും. ഹെൽമറ്റ് ധരിക്കാതെ ഇരുചക്ര വാഹനവുമായി പെട്രോൾ പമ്പിലെത്തുന്നവർക്ക് ഇന്ധനം നൽകേണ്ടെന്ന നേരത്തെയുള്ള ഉത്തരവ് പുതുക്കിയതനുസരിച്ചാണ് ബോധവൽക്കരണ പരിപാടികളിലേക്ക് മോട്ടോർ വാഹന വകുപ്പ് കടന്നിരിക്കുന്നത്. ഓഗസ്റ്റ് മാസം 1 മുതൽ സംസ്ഥാനത്ത് ഹെൽമറ്റ് ധരിക്കാതെ പെട്രോൾ പമ്പുകളിൽ ഇന്ധനം നിറയ്ക്കാനെത്തുന്ന ഇരുചക്ര വാഹന യാത്രക്കാർക്ക് പെട്രോൾ നൽകില്ലെന്നായിരുന്നു നേരത്തെ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ടോമിൻ തച്ചകരി ഉത്തരവിറക്കിയത്. എന്നാൽ ഈ ഉത്തരവ് വിവാദ ചർച്ചയാവുകയും ഗതാഗത മന്ത്രി AK ശശീന്ദ്രൻ തന്നെ രംഗത്തെത്തുകയും ചെയ്ത പശ്ചാത്തലത്തിൽ ഉത്തരവ് മയപ്പെടുത്തി പുതിയ ഉത്തരവ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ പുറത്തിറക്കി. ഇതനുസരിച്ച് ഹെൽമറ്റ് ധരിക്കാതെ ഇരുചക്ര വാഹനം ഓടിച്ചു വരുന്നവർക്ക് ആദ്യഘട്ടമെന്ന നിലയിൽ ബോധവൽക്കരണം നൽകാനുള്ള തീരുമാനമാണ് ഇന്നു മുതൽ യാഥാർത്ഥ്യമാകുന്നത്. പെട്രോൾ പമ്പുകളിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ ഉദ്യോഗസ്ഥർ ഇരുചക്ര വാഹനവുമായി എത്തുന്നവരെ ഉപദേശിക്കും. ഒപ്പം ലഘുരേഖയും കൈമാറും. ഹെൽമറ്റ് ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക എന്ന ഈ ആദ്യഘട്ട നടപടി അനുസരിക്കാത്തവർക്കായി രണ്ടാം ഘട്ടത്തിൽ കർശന നിയമ നടപടി സ്വീകരിക്കും. പോലീസുമായി സഹകരിച്ചായിരിക്കും ബോധവൽക്കരണ പരിപാടി. നിലവിൽ മോട്ടോർ വാഹന നിയമം നിഷ്കർഷിക്കുന്ന ശിക്ഷാ നടപടികളായിരിക്കും നിയമലംഘനം നടത്തുന്നവർക്കെതിരെ സ്വീകരിക്കുക. ഇതിനുശേഷം പെട്രോൾ നൽകാത്ത തരത്തിലുള്ള കർശന നടപടികളിലേക്ക് കടക്കുമെന്നാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ വ്യക്തമാക്കുന്നത്. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കേരള കോൺഗ്രസ് എം UDF-ൽ തുടരണമോ എന്ന കാര്യം ചരൽക്കുന്ന് യോഗത്തിൽ തീരുമാനിക്കുമെന്ന് KM മാണി. ഇക്കാര്യത്തിൽ പാർട്ടി ഒറ്റക്കെട്ടെന്നും മാണി. പാർട്ടി MLA-മാരുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു KM മാണി. ഞങ്ങളെ പാർലമെന്ററി പാർട്ടിയാണ് കൂടിയത്. ചരക്കുന്ന് ക്യാമ്പിലേക്കുള്ള വിഷയം നിർണയ കമ്മിറ്റി അവിടെയാണ് ഞങ്ങൾ സമ്മേളിക്കുന്നത്. അവിടെ എന്തൊക്കെ ചർച്ച ചെയ്യണം, പ്രോഗ്രാം എന്താണ്, പല പല വിഷയങ്ങളുണ്ട്. അതാണ് ചർച്ച ചെയ്തത്. അതുകൊണ്ട് നയപരമായ എല്ലാ തീരുമാനങ്ങളും ചരക്ക്. കാശ്മീർ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ നിഷേധാത്മക സമീപനമാണ് സ്വീകരിക്കുന്നതെന്ന് CPIM. തുറന്ന ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരത്തിനാണ് സർക്കാർ ശ്രമിക്കേണ്ടത്. പെല്ലറ്റ് ഗൺ ഉപയോഗിക്കുന്നത് അടിയന്തരമായി നിർത്തണമെന്നും CPIM പോളിറ്റ് ബ്യൂറോ ആവശ്യപ്പെട്ടു. കൊൽക്കത്ത പ്ലീന തീരുമാനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് പോളിറ്റ് ബ്യൂറോ യോഗത്തിന് ശേഷം പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞു. ജമ്മു കാശ്മീരിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ അത്യന്തം ഗൗരവമേറിയതാണെന്ന് പോളിറ്റ് ബ്യൂറോ യോഗം വിലയിരുത്തി. 2010 സമാന സംഭവങ്ങൾ ഉണ്ടായപ്പോൾ അന്നത്തെ സർക്കാർ സർവകക്ഷി സംഘത്തെ കാശ്മീരിലേക്ക് അയച്ചു. എന്നാൽ ഇപ്പോഴത്തെ സർക്കാർ അതിന് തയ്യാറായിട്ടില്ല. അടിയന്തരമായി സർവകക്ഷി യോഗം വിളിക്കണം. സംഘർഷത്തിൽ മരിച്ചവരുടെയും പരിക്കേറ്റവരുടെയും കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണം. പെല്ലറ്റ് ഗൺ ഉപയോഗിക്കുന്നത് ഉടനടി നിർത്തിവെക്കണമെന്നും PB ആവശ്യപ്പെട്ടു. So we are saying that you start this process immediately, both at the state and central level. Stop using these pellet guns. Restrict the AFSPA, the Armed Forces Special Powers Act, to the border areas to check infiltration, etc., and not all over the state. ഗോരക്ഷാ പ്രവർത്തകരെന്ന പേരിൽ ചില സംഘടനകൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തുന്ന അതിക്രമങ്ങളിൽ PB കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തി. അക്രമങ്ങൾ തടയുന്നതിന് പകരം BJP സർക്കാർ സ്ത്രീകൾക്കും ദളിതർക്കുമെതിരായ ആക്രമണങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണെന്നും പോളിറ്റ് ബ്യൂറോ കുറ്റപ്പെടുത്തി. വിദ്യാഭ്യാസ രംഗത്ത് BJP സർക്കാർ കാവ്യവൽക്കരണം നടപ്പാക്കാൻ ശ്രമിക്കുന്നു. വിദ്യാഭ്യാസ നയപരിഷ്കാരത്തിന്റെ പേരിൽ വിദ്യാഭ്യാസ മേഖലയെ വർഗീയവൽക്കരിക്കാനുള്ള ശ്രമത്തിനെതിരെ വൻ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരാനും PB തീരുമാനിച്ചു. കൊൽക്കത്ത പ്ലീനത്തിന്റെ തീരുമാനങ്ങൾ സമയബന്ധിതമായി നടപ്പാക്കും. ഇക്കാര്യത്തിൽ കൂടുതൽ ചർച്ചകൾക്കായി സെപ്റ്റംബർ 17 മുതൽ 19 വരെ കേന്ദ്ര കമ്മിറ്റി യോഗം ചേരാനും പോളിറ്റ് ബ്യൂറോ തീരുമാനിച്ചു. M. സന്തോഷ്, ന്യൂസ് ബ്യൂറോ, ദില്ലി. മാണിയുമായുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്ന് കുഞ്ഞാലിക്കുട്ടി. സ്വന്തം പ്രശ്നങ്ങൾ എല്ലാവർക്കും വലുതാണ്. മാണിയുടെ പ്രശ്നങ്ങൾ വില കുറച്ച് കാണുന്നില്ലെന്നും UDF-ൽ ഗുരുതര പ്രതിസന്ധിയില്ലെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ഇങ്ങനെയൊക്കെ ഒരു ചർച്ച വന്ന സാഹചര്യത്തിൽ മാണി സാറുമായിട്ട് നിരന്തരമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ചില പ്രശ്നങ്ങൾ ഉയർന്ന് വന്നത് ഇന്നൊരു ചർച്ചയായ സ്ഥിതിക്ക് ആ വിഷയങ്ങളൊക്കെ പരിഹരിച്ച് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാൻ വേണ്ടി ഞങ്ങൾ പരസ്പരം ആശയവിനിമയമൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ കേരള കോൺഗ്രസിന് അതിൻ്റേതായ അഭിപ്രായങ്ങളുണ്ട്. UDF-ൽ പറയപ്പെടുന്ന രീതിയിലുള്ള ഒരു പ്രതിസന്ധിയൊന്നുമില്ല. ഉന്നത ഉദ്യോഗസ്ഥരുടെ അവകാശങ്ങൾക്ക് കേന്ദ്ര സർക്കാർ കൂച്ചുവിലങ്ങിടുന്നു. നവമാധ്യമങ്ങളിലൂടെ സർക്കാർ നിലപാടുകളെ വിമർശിക്കുന്നതിനാണ് വിലക്ക് ഏർപ്പെടുത്തുന്നത്. നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള കരട് ബില്ല് പ്രസിദ്ധീകരിച്ചു. IAS IPSകാർക്കൊപ്പം ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് ഉദ്യോഗസ്ഥർക്കുമാണ് നിയന്ത്രണം കൊണ്ടുവരുന്നത്. പത്ര ദൃശ്യമാധ്യമങ്ങളിലൂടെ സർക്കാരിനെ വിമർശിക്കുന്നതിനുണ്ടായിരുന്ന വിലക്ക് നവമാധ്യമങ്ങൾക്കും ബാധകമാക്കുകയാണ്.
ഇതിനായി 1968 നിലവിൽ വന്ന അഖിലേന്ത്യാ സർവീസ് ചട്ടമാണ് കേന്ദ്ര സർക്കാർ ഭേദഗതി ചെയ്യുന്നത്. എന്നാൽ സർക്കാരിന്റെ നീക്കം മൗലികാവകാശങ്ങളുടെ ലംഘനമാണെന്ന് നിയമവിദഗ്ധൻ DB ബിനു അഭിപ്രായപ്പെടുന്നു. സർക്കാർ സംവിധാനത്തിലെ അഴിമതി പുറത്തു കൊണ്ടുവരുന്ന ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കുന്ന വിസിൽ ബ്ലോവേഴ്സ് പ്രൊട്ടക്ഷൻ ആക്ട് പാസാക്കിയ ഒരു രാജ്യമാണ് ഇന്ത്യ. ഇവിടെ ക്രിയാത്മകമായി ഒരു വിമർശനം നടത്തിയാൽ, ഭരണാധികാരികളെ സംബന്ധിച്ച് ഒരു കാരിക്കേച്ചർ വരച്ചാൽ ആ ഉദ്യോഗസ്ഥനെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കും എന്ന് വ്യവസ്ഥ ചെയ്യുന്ന പുതിയ ചട്ടം പൗരാവകാശ ലംഘനമാണ്. ഭരണഘടന പൗരന് നൽകുന്ന മൗലികാവകാശത്തിന്റെ ലംഘനം കൂടിയാണ്. ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശം കേന്ദ്ര സർക്കാർ പിൻവലിക്കാനുള്ള അടിയന്തര നടപടിയാണ് സ്വീകരിക്കേണ്ടത്. നേരത്തെ പ്രധാനമന്ത്രിയെ IAS ഉദ്യോഗസ്ഥൻ സാമൂഹ്യമാധ്യമത്തിലൂടെ വിമർശിച്ചത് വിവാദമായിരുന്നു. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് സർക്കാർ നീക്കം. ഓഗസ്റ്റ് 12-നകം ഈ വിഷയത്തിൽ പൊതുജനാഭിപ്രായം അറിയിക്കണമെന്ന് കാണിച്ച് നിയമ ഭേദഗതിക്കായുള്ള കരട് ബില്ല് കേന്ദ്ര സർക്കാരിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. തലസ്ഥാനത്ത് കർക്കിടവാവ് ബലിക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. തിരുവല്ലം പരശുരാമ ക്ഷേത്രം, ശംഖുമുഖം കടൽ തീരം, വർക്കല പാപനാശം, അരുവിക്കര എന്നിവിടങ്ങളിലാണ് പ്രധാനമായും ബലിതർപ്പണ ചടങ്ങുകൾ നടക്കുക. ഇത്തവണത്തെ വാവ് ബലിക്ക് വലിയ മുന്നൊരുക്കങ്ങളാണ് സർക്കാർ നടത്തിയിരിക്കുന്നത്. ക്ഷേത്രത്തിനുള്ളിൽ ബലിതർപ്പണം നടത്താൻ കഴിയുന്ന കേരളത്തിലെ ഏക ക്ഷേത്രമാണ് തിരുവല്ലം പരശുരാമ ക്ഷേത്രം. ആദി ശങ്കരാചാര്യർ ഈ ക്ഷേത്രത്തിനുള്ളിൽ വെച്ച് അമ്മയ്ക്ക് ബലിതർപ്പണം നടത്തിയെന്നാണ് ഐതിഹ്യം. വാവുബലി കർമ്മങ്ങൾക്കുള്ള എല്ലാം തിരുവല്ലത്ത് പൂർത്തിയായി. രാവിലെ 3 മണി മുതൽ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിക്കും. 9 ബലിമണ്ഡപങ്ങളിലായി ഒരേ സമയം 30,000 പേർക്ക് ബലിതർപ്പണ ചടങ്ങുകളിൽ പങ്കാളിയാവാം. ഇതിനായി 30 പ്രധാന പൂജാരിമാരെയും 500ഓളം പരികർമ്മികളെയും ദേവസ്വം ബോർഡ് നിയോഗിച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിനോട് ചേർന്ന് 110ഓളം ഷവറുകൾ പ്രത്യേകമായി തയ്യാറാക്കിയിട്ടുണ്ട്. അഡ്വാൻസ് ബുക്കിംഗ് എടുത്തവർക്ക് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാൻ പ്രത്യേക ക്യൂവും പ്രസാദ വിതരണത്തിനായി പ്രത്യേക കൗണ്ടറും ഉണ്ടാകും. 200ഓളം ക്ഷേത്ര ജീവനക്കാരും 800ഓളം പോലീസ് ഉദ്യോഗസ്ഥരും സുരക്ഷാ ചുമതലയ്ക്ക് നേതൃത്വം നൽകും. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി ക്ഷേത്രം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ കൃഷ്ണകുമാർ വാര്യരും കർക്കിടക വാവ് ബലിതർപ്പണത്തിന്റെ ഏകോപന ചുമതലയുള്ള സ്പെഷ്യൽ ഓഫീസർ അയ്യേരി സോമനും പറഞ്ഞു. 4 ഹോമകുണ്ടങ്ങൾ തിലഹോമം നടത്തുന്നതിനായിട്ട് സജ്ജീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ക്ഷേത്രത്തിനകത്ത് തിരക്ക് ഒഴിവാക്കാനും മറ്റുമായിട്ട് 4 തിലഹോമത്തിനായിട്ട് 4 ഹോമകുണ്ടങ്ങൾ പ്രത്യേകം. ശംഖുമുഖം, അരുവിക്കര, വർക്കല, പാപനാശം എന്നിവിടങ്ങളിലും ബലിതർപ്പണ ചടങ്ങുകൾ നടക്കും. ബലിതർപ്പണ ചടങ്ങുകളുടെ ഒരുക്കങ്ങൾ വിലയിരുത്താൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണൻ എന്നിവർ തിരുവല്ലം ക്ഷേത്രം സന്ദർശിച്ചു. ഒരിക്കലുണ്ട് വ്രതം നോറ്റിരിക്കുന്ന ബലിതർപ്പണ ചടങ്ങുകൾക്ക് ഇനി മണിക്കൂറുകൾ മാത്രം. ക്യാമറമാൻ RK കുമാറിനൊപ്പം S ജീവൻകുമാർ, തിരുവനന്തപുരം. നിർദ്ദിഷ്ട ഹൈഡ്രൽ ടൂറിസം പദ്ധതിയുടെ സാധ്യതാ പഠനത്തിനായി മന്ത്രി തോമസ് ഐസക് കക്കയം സന്ദർശിച്ചു. പ്രോജക്ട് റിപ്പോർട്ട് തയ്യാറാക്കി അടുത്ത വർഷം ആദ്യം പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തികൾ ആരംഭിക്കാൻ കഴിയുമെന്ന് മന്ത്രി പ്രതീക്ഷ പ്രകടിപ്പിച്ചു. ബാണാസുര സാഗർ, പെരുവണ്ണാമൊഴി, കക്കയം ഡാമുകളെ പരസ്പരം ബന്ധപ്പെടുത്തിയാണ് ഹൈഡ്രൽ ടൂറിസം പ്രൊജക്ട് നടപ്പിലാക്കുന്നത്. ടൂറിസം മേഖലയിൽ അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിച്ചുകൊണ്ട് കൂടുതൽ നിക്ഷേപകരെ ആകർഷിക്കുക എന്നതാണ് ലക്ഷ്യം. നിർദ്ദിഷ്ട പദ്ധതിയുടെ ഭാഗമായ കക്കയം ഡാമിന്റെ സാധ്യതകളെക്കുറിച്ച് അറിയാനാണ് മന്ത്രി തോമസ് ഐസക് കക്കയത്തെത്തിയത്. ജലാശയത്തിലൂടെ അരമണിക്കൂറിലേറെ മന്ത്രി യാത്ര ചെയ്ത് സാഹചര്യങ്ങൾ മനസ്സിലാക്കി. പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കി അടുത്ത വർഷത്തോടെ പദ്ധതിയുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായി തോമസ് ഐസക് പറഞ്ഞു. ഇതിലെ ജനങ്ങളെ പാർട്ട്നേഴ്സായിട്ട് കിടുന്നു. മോളിൽ നിന്നുള്ള കുറച്ചുപേര് ചെയ്യുന്ന ഏർപ്പാടല്ല. ഈ പ്രദേശത്തുള്ളവർ തന്നെ തങ്ങളുടെ കച്ചവടത്തിന്, തങ്ങളുടെ കൃഷിക്ക്, തങ്ങളുടെ ഇതിനൊക്കെ സഹായകരമായിട്ടുള്ള ഒന്നാണ് എന്ന് കണ്ടിതിനോട് സഹകരിക്കണം. സാധാരണക്കാർക്ക് ഇതിൻ്റെ ഗുണം നേരിട്ട് ലഭ്യമാകും. സഞ്ചാരികളെ ആകർഷിക്കാൻ ബോട്ടിംഗ്, ട്രക്കിംഗ്, റോപ്പ് വേ തുടങ്ങിയവയും ഗതാഗത താമസ സൗകര്യവുമെല്ലാം ഒരുക്കും. പദ്ധതിയുടെ ഭാഗമായി അനുബന്ധ ടൂറിസം മേഖലകളിലും അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കും. സ്വകാര്യ നിക്ഷേപകരെ പദ്ധതിയുമായി സഹകരിപ്പിക്കും. പരിസ്ഥിതി സംരക്ഷണത്തിന് ഊന്നൽ നൽകിക്കൊണ്ടുള്ള ടൂറിസം പദ്ധതിക്കായി 300 കോടി രൂപയുടെ വികസന പ്രവർത്തികൾ നടത്താനാണ് ലക്ഷ്യമിടുന്നത്. വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ കൂടി പദ്ധതിയുടെ ഭാഗമാക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കക്കയം അമ്പലക്കുന്ന് കോളനിയിലെ സുനിത ധനമന്ത്രി തോമസ് ഐസക്കിനെ നേരിട്ട് കാണാനുള്ള ആഗ്രഹത്തോടെയാണ് കക്കയത്തെത്തിയത്. IAS-കാരിയാകണമെന്ന ആഗ്രഹം മന്ത്രിക്ക് മുന്നിൽ തുറന്നു പറഞ്ഞപ്പോൾ മന്ത്രി നൽകിയത് സർക്കാരിന്റെ പൂർണ്ണ പിന്തുണ. സുനിത താമസിക്കുന്ന കോളനിയും മന്ത്രി സന്ദർശിച്ചു. ധനമന്ത്രി തോമസ് ഐസക്കിനെ നേരിട്ട് കാണണമെന്ന ആഗ്രഹത്തോടെ അധ്യാപകരോടൊപ്പം കക്കയത്തെത്തിയ സുനിത പുഞ്ചിരിയോടെ പൂച്ചെണ്ടുകൾ നൽകിയാണ് മന്ത്രിയെ സ്വീകരിച്ചത്. അവസരം കിട്ടിയപ്പോൾ IAS-കാരിയാകണമെന്ന മനസ്സിലെ ആഗ്രഹം തുറന്നു പറഞ്ഞു. സർക്കാർ സഹായിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ സുനിതയുടെ വീട് കാണാനെത്താമെന്ന് മന്ത്രിയുടെ ഉറപ്പ്. അമ്പലക്കുന്ന് കോളനിയിലേക്കുള്ള കല്ലും കുഴികളും നിറഞ്ഞ വഴിയിലൂടെയുള്ള യാത്ര.
ചേച്ചിക്കും മാനസികാസ്വാസ്ഥ്യമുള്ള അമ്മയ്ക്കുമൊപ്പമുള്ള സുനിതയുടെ ജീവിത സാഹചര്യം ചോദിച്ചറിഞ്ഞു. കുടുംബത്തിന്റെ ഏക വരുമാനം ഇക്കോ ടൂറിസം പരിധിയിൽ സ്വീപ്പറായി ജോലി ചെയ്യുന്ന ചേച്ചിക്ക് ലഭിക്കുന്ന 300 രൂപ മാത്രം. 10ാം തരത്തിൽ 97% മാർക്കോടെ മികച്ച വിജയം നേടി നിലവിൽ കല്ലാനോട് സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ +1 പഠിക്കുന്ന സുനിതയുടെ തുടർ പഠനത്തിന് സർക്കാരിന്റെ പൂർണ്ണ പിന്തുണ മന്ത്രി ഉറപ്പു നൽകി. സുനിതയെ പോലെ കുട്ടികളെ ഏറ്റവും ഉന്നതിയിലെത്തിക്കുന്നതിന് വേണ്ടിയുള്ള പ്രോഗ്രാമാണ്, അല്ലാതെ എല്ലാവർക്കും വേണ്ടിയുള്ളതല്ല. ഇതുപോലെ കഴിവ് തെളിയിക്കുന്ന SC/ST കുട്ടികൾക്ക് കൂടുതൽ പിന്തുണ നൽകി IAS, IFS ഉയർന്ന നിലയിലേക്ക് പരീക്ഷയ്ക്കും മറ്റും സജ്ജമാക്കാനുള്ളതാണ്. നിശ്ചയമായിട്ടും സുനിതയ്ക്കോടെ സ്ഥാനം ഉണ്ടാകും. ഫേസ്ബുക്ക് കൂട്ടായ്മയുടെയും നാട്ടുകാരുടെയും സഹായത്തോടെ പഠിച്ചാണ് 10ാം തരത്തിൽ മികച്ച വിജയം നേടിയത്. മന്ത്രിയുടെ വാക്കുകൾ പുതിയ ഊർജം നൽകുന്നുവെന്ന് സുനിത. സന്തോഷമുണ്ട്. ഇപ്പോൾ സർക്കാരിൻ്റെ പഠനം ഏറ്റെടുത്തതിൽ ഇതിൽ നിന്നും ഞാൻ നല്ല നിലയിൽ പഠിച്ച് എൻ്റെ സമൂഹത്തിന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്ത് ഒരു സാമൂഹ്യ പ്രവർത്തകയായി ജീവിതത്തിൽ. സുനിതയുടെ കുടുംബം ഉൾപ്പെടെ കോളനിയിലുള്ള 14 കുടുംബങ്ങളുടെ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്താനായി ജനപ്രതിനിധികൾ ഇടപെട്ട് പദ്ധതികൾ തയ്യാറാക്കി നൽകാൻ മന്ത്രി നിർദ്ദേശം നൽകി. കോളനിയിലെ കുട്ടികളുടെ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നതോടൊപ്പം കുടിവെള്ളവും വീടും ഗതാഗതവും ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനാവശ്യമായ പദ്ധതി തയ്യാറാക്കി സർക്കാരിന് സമർപ്പിച്ചാൽ പട്ടികജാതി പട്ടികവർഗ വകുപ്പിൽ നിന്ന് ആവശ്യമായ സഹായം എത്തിക്കാമെന്ന് ഉറപ്പു നൽകിയാണ് മന്ത്രി മടങ്ങിയത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. AC ഷൺമുഖദാസ് പുരസ്കാരം ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസകിന്. മുൻ കേന്ദ്രമന്ത്രി KP ഉണ്ണികൃഷ്ണൻ പുരസ്കാരം സമ്മാനിച്ചു. AC ഷൺമുഖദാസ് ട്രസ്റ്റാണ് മികച്ച പൊതുപ്രവർത്തകന് പുരസ്കാരം ഏർപ്പെടുത്തിയത്. കോഴിക്കോട് നടന്ന ചടങ്ങിൽ മന്ത്രി AK ശശീന്ദ്രൻ അധ്യക്ഷനായിരുന്നു. ഉഴവൂർ വിജയൻ, PC ചാക്കോ തുടങ്ങിയവരും പങ്കെടുത്തു. ദളിതനെ കൂടി ഉൾക്കൊള്ളുമ്പോൾ മാത്രമേ ബഹുജൻ എന്ന വാക്ക് വിശാലാർത്ഥം കൈവരിക്കുകയുള്ളൂ എന്ന് ചിന്തകൻ പ്രൊഫസർ ഗോപാൽ ഗുരു 5ാമത് ചിന്താ രവീന്ദ്രൻ അനുസ്മരണ പ്രഭാഷണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൃശൂർ സാഹിത്യ അക്കാദമിയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ രവീന്ദ്രന്റെ സഹപ്രവർത്തകരും സുഹൃത്തുക്കളും പങ്കെടുത്തു. സാമൂഹ്യ ചിന്തകൻ, യാത്രികൻ, ചലച്ചിത്രകാരൻ തുടങ്ങി വിവിധ മേഖലകളിൽ നിറഞ്ഞുനിന്ന ചിന്താ രവീന്ദ്രന്റെ 5ാമത് അനുസ്മരണ സമ്മേളനമാണ് തൃശൂരിൽ നടന്നത്. ദളിത് ഐക്യത്തിന് പിന്നിലെ യാഥാർത്ഥ്യവും അതിവാചാലതയും എന്ന വിഷയത്തിലൂന്നിയായിരുന്നു അനുസ്മരണ പ്രഭാഷണം. തൃശൂർ സാഹിത്യ അക്കാദമി ഹാളിൽ നടന്ന സമ്മേളനത്തിൽ പ്രൊഫസർ ഗോപാൽ ഗുരു വിഷയാവതരണം നടത്തി. ദളിതനെ കൂടി ഉൾക്കൊള്ളുമ്പോൾ മാത്രമേ ബഹുജൻ എന്ന വാക്ക് വിശാല അർത്ഥം കൈവരിക്കൂവെന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തി. Who is Bahujan? No one knows unless you define it properly. So the function of the language is to confuse. And that is the much deeper agenda of the ruling. സർഗാത്മകമായി ഇടതുപക്ഷത്തെ സമീപിച്ചയാളാണ് ചിന്താ രവീന്ദ്രനെന്ന എഴുത്തുകാരൻ NS മാധവൻ അനുസ്മരിച്ചു. മാധ്യമപ്രവർത്തകനും ചിന്താ രവീന്ദ്രൻ ഫൗണ്ടേഷന്റെ ചെയർമാനുമായ ശശികുമാറിന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ സക്കറിയ, ഡോക്ടർ സനൽ P. മോഹൻ, PN ഗോപികൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. രവീന്ദ്രന്റെ വാക്കും വഴികളും, രവീന്ദ്രന്റെ ദൃശ്യയാത്രകൾ എന്നീ വിഷയങ്ങളിൽ ചർച്ചകളും സംഘടിപ്പിച്ചു. രവീന്ദ്രന്റെ ഓർമ്മ ചിത്രങ്ങളും വേദിയിൽ പ്രദർശിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പ്രമുഖ പന്തൽ നിർമ്മാതാവും ബാബു ഡെക്കറേഷൻസ് ഉടമയുമായ PR മണിയെ ആദരിച്ചു. തിരുവനന്തപുരത്ത് നടന്ന ആദരസന്ധ്യാ ചടങ്ങിൽ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ PR മണിക്ക് പൊന്നാടയും ഫലകവും നൽകിയാണ് ആദരിച്ചത്. പന്തൽ നിർമ്മാണ രംഗത്ത് 50 വർഷം പൂർത്തിയാക്കിയിരിക്കുകയാണ് PR മണി. ചടങ്ങിൽ സൂര്യകൃഷ്ണമൂർത്തി, നടൻ ഇന്ദ്രൻ സർ, ഡോക്ടർ ബിജു രമേശ് തുടങ്ങിയവർ പങ്കെടുത്തു. അഭിഭാഷകരും മാധ്യമപ്രവർത്തകരും തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കുമെന്ന് നിയുക്ത ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ശന്തനു ഗൌഡർ പറഞ്ഞു. ആവശ്യമെങ്കിൽ ജഡ്ജിമാർ അടക്കമുള്ളവരുമായി ആശയവിനിമയം നടത്തും. ഹൈക്കോടതിയിലെ മീഡിയ റൂം തുറക്കുന്നത് സംബന്ധിച്ച പ്രശ്നങ്ങളെക്കുറിച്ച് അറിയില്ലെന്നും ചുമതല ഏറ്റെടുത്ത ശേഷം ആലോചിച്ച് തീരുമാനം അറിയിക്കാമെന്നും ശന്തനു ഗൌഡർ പ്രതികരിച്ചു. What is the problem? Nothing is that. Only after coming here, I came to know something from you. That's all. Therefore, first let me have the oath. Then only I'll become the judge of the Kerala High Court, isn't it? Till then, I can't say anything because I have not studied anything with regard to that problem. What problem, if any, is there or not? Sir, media room is closed. I have not yet visited the High Court. I have not taken the charge of the High Court, isn't it? Therefore, please bear with us. I'll have consultation with my brother judges. Thereafter, we'll decide. Expect your intervention in this matter. After taking oath, I'll tell you. Okay, thank you. There is no invitation for us, sir, tomorrow. We haven't get any invitation for you, sir. That is to be decided by the present acting chief. I do not know because I am outsider now. So far as till this day. Therefore,
tomorrow, after taking oath, I will decide. Okay. റെയിൽവേ പോലീസിന്റെ നേതൃത്വത്തിൽ 10 കിലോ കഞ്ചാവ് പിടികൂടി. എറണാകുളം റെയിൽവേ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കഞ്ചാവ് വേട്ട നടത്തിയത്. ട്രെയിനിൽ കഞ്ചാവ് കടത്തിയ ഫോർട്ട് കൊച്ചി സ്വദേശി രതീഷ് ദാസിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ മുന്നോടിയായി ഉത്തരേന്ത്യയിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്ന ട്രെയിനുകൾ കേന്ദ്രീകരിച്ച് റെയിൽവേ പോലീസ് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് പിടികൂടിയത്. 10 കിലോയിലധികം വരുന്ന കഞ്ചാവ് വിവിധ പൊതികളിലാക്കി ചാക്കിൽ കെട്ടി ട്രെയിനിൽ കടത്തിക്കൊണ്ടുവരവെയാണ് രതീഷ് ദാസ് പിടിയിലായത്. സംസ്ഥാനത്ത് ട്രെയിൻ വഴിയുള്ള ലഹരിമരുന്ന് കടത്ത് കണ്ടെത്താൻ റെയിൽവേ പോലീസ് സൂപ്രണ്ടിന് നിർദ്ദേശമുണ്ടായിരുന്നു. ഇതനുസരിച്ച് നടത്തിയ പരിശോധനയിലാണ് രതീഷ് ദാസ് പിടിയിലായത്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് കേരളത്തിലെ ഇടനിലക്കാർ മുഖേന വൻതോതിൽ കഞ്ചാവ് കടത്തുന്നവരെ പ്രത്യേകം നിരീക്ഷിച്ചാണ് കഞ്ചാവ് സഹിതം പ്രതിയെ പിടികൂടിയതെന്ന് റെയിൽവേ CI VS ഷാജു പറഞ്ഞു. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന ആൾക്കാരിലാണ് നമ്മൾ കൂടുതൽ ഇവർ കഞ്ചാവ് മറ്റുള്ള ഉപയോഗിക്കുന്നത് ശ്രദ്ധപ്പെട്ടിട്ടുള്ളത്. കൂടാതെ ഇവിടുത്തെ സിറ്റിക്കകത്തുള്ള കോളേജ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഉള്ള പലർക്കും അത് നൽകുന്നതായിട്ട് സൂചനയുണ്ട്. പ്രതിയുടെ കേരളത്തിലുള്ള മറ്റ് ഇടപാടുകാരെയും ഇടനിലക്കാരെക്കുറിച്ചുമുള്ള നിർണായക വിവരങ്ങൾ പ്രതിയെ ചോദ്യം ചെയ്തതിൽ നിന്ന് പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തിവരികയാണെന്നും പരിശോധനകൾ കൂടുതൽ ശക്തമാക്കുമെന്നും പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഭീമ ജ്വല്ലറിയുടെ പുനലൂർ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചു. ചലച്ചിത്ര താരം ജയസൂര്യ, ബാലനടി അക്ഷര എന്നിവർ ചേർന്നാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. ഭീമ ജ്വല്ലറി MD ബിന്ദു മാധവ്, അഭിഷേക് മാധവ് എന്നിവർ സന്നിഹിതരായിരുന്നു. ഡിസൈനർ ആഭരണങ്ങളും ഡയമണ്ട് ശേഖരവും കുട്ടികൾക്കായി പ്രത്യേക കളക്ഷൻസും ഒരുക്കിയിട്ടുണ്ടെന്ന് ഭീമ മാനേജ്മെന്റ് അറിയിച്ചു. വൻ ജനാവലിയുടെ സാന്നിധ്യത്തിലായിരുന്നു ഉദ്ഘാടന ചടങ്ങുകൾ. നിരവധി പ്രമുഖർ പങ്കെടുത്തു. ഈ ഷോറൂമിൽ എല്ലാ വെറൈറ്റീസ് ഐറ്റംസും ഉണ്ട്. കസ്റ്റമേഴ്സിന്റെ ആവശ്യപ്രകാരം എല്ലാ സെലക്ഷനും ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ സ്റ്റാഫ്സിന്റെ വളരെ ചിരിച്ച മുഖം അത് തന്നെയാണ് ഈ സ്ഥാപനത്തിന്റെ ഏറ്റവും വലിയ പ്ലസ് എന്ന് തോന്നുന്നു. ബോംബെ ഐറ്റംസ്, കൽക്കട്ട ആന്റിക് ജ്വല്ലറി, ഡയമണ്ട് ജ്വല്ലറി. കാണാതായ ഇന്ത്യൻ വ്യോമസേന വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ വിശാഖപട്ടണത്തിന് സമീപത്തെ കാട്ടിൽ കണ്ടെത്തിയതായി സംശയം. ഇതിനെ തുടർന്ന് വ്യോമസേനയും ആന്ധ്ര വനം വകുപ്പും തെരച്ചിൽ ആരംഭിച്ചു. സുരുകുടു വനം മേഖലയിൽ വിമാനം തകർന്നു വീണെന്നാണ് സംശയം. നാദാവരം മണ്ഡലിന് സമീപത്തെ സുരുകുടു റിസർവ് വനമേഖലയിലെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവരിൽ ചിലർ വിമാനം തകർന്നു വീഴുന്നത് കണ്ടിരുന്നുവെന്ന് വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു. വിമാനം കാണാതായ ജൂലൈ 22-ന് സുരുകുടു ഗ്രാമത്തിലെ ചിലർ വലിയ ശബ്ദം കേട്ടിരുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട്. വ്യോമസേനാംഗങ്ങൾ ഉൾപ്പെടുന്ന സംഘം വിശാഖപട്ടണത്തേക്ക് യാത്ര തിരിച്ചു. സൂര്യലങ്ക വ്യോമസേനാ കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ച നിർദ്ദേശപ്രകാരം ആദിവാസികളോടൊപ്പം സുരുകുടു വനമേഖലയിൽ തിരച്ചിൽ ആരംഭിച്ചു. 5 ഉദ്യോഗസ്ഥർ വീതമടങ്ങുന്ന 2 സംഘമാണ് തിരച്ചിലിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ഇവരെ സഹായിക്കാനായി ആദിവാസികളും സംഘത്തിലുണ്ട്. എന്നാൽ ഇത് സംബന്ധിച്ച് ഔദ്യോഗിക വിശദീകരണം ഇതുവരെ ഉണ്ടായിട്ടില്ല. വിമാനത്തിനായി ബംഗാൾ ഉൾക്കടലിൽ ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണ്. കാണാതായ വിമാനത്തിലുണ്ടായിരുന്ന വ്യോമസേന ഉദ്യോഗസ്ഥനായ രഘുവീർ വർമ്മയുടെ മൊബൈൽ ഫോൺ സംഭവത്തിന് 6 ദിവസത്തിന് ശേഷവും പ്രവർത്തനക്ഷമമായിരുന്നുവെന്നത് കഴിഞ്ഞ ദിവസം ബന്ധുക്കൾ വെളിപ്പെടുത്തിയിരുന്നു. ഇത് കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ചെന്നൈയിൽ നിന്നും പോർട്ട് ബ്ലെയറിലേക്കുള്ള യാത്രാമധ്യേ വ്യോമസേനാ വിമാനം കാണാതായത്. ന്യൂസ് ഡെസ്ക്. അലൈൻ NMC സ്പെഷ്യാലിറ്റി ആശുപത്രിയിലെ അത്യാധുനിക നിയോനേറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് സംവിധാനത്തിന്റെ 2ാം വാർഷികം ആഘോഷിച്ചു. ഇവിടെ ചികിത്സ നേടിയ കുഞ്ഞുങ്ങളും അവരുടെ മാതാപിതാക്കളും ബന്ധുക്കളും ഡോക്ടർമാരും നഴ്സിംഗ് ജീവനക്കാരും ചടങ്ങിൽ സംബന്ധിച്ചു. ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട്. അലൈൻ NMC സ്പെഷ്യാലിറ്റി ആശുപത്രിയിലെ നിയോനേറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് സംവിധാനത്തിന്റെ 2ാം വാർഷികം വിപുലമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു. NMC ഹെൽത്ത് കെയർ എക്സിക്യൂട്ടീവ് വൈസ് ചെയർമാനും സിഇഒയുമായ ഡോക്ടർ BR ഷെട്ടി, അദ്ദേഹത്തിന്റെ പത്നിയും ഗ്രൂപ്പ് മെഡിക്കൽ ഡയറക്ടറുമായ ഡോക്ടർ CR ഷെട്ടി എന്നിവർ ചേർന്ന് ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്ത്യൻ സ്ഥാനപതി TP സീതാറാം ചടങ്ങിൽ മുഖ്യാതിഥിയായി. ആരോഗ്യരക്ഷാരംഗത്തെ NMCയുടെ 4 ദശകത്തെ ചരിത്രത്തിൽ ജനങ്ങളുടെ അതാതുകാലത്തെ ആവശ്യങ്ങൾ പഠിച്ചു മനസ്സിലാക്കി ഏറ്റവും പ്രാപ്യമായ ചിലവിൽ അവ ലഭ്യമാക്കാൻ പ്രതിജ്ഞാബദ്ധമായി ശ്രമിച്ചിട്ടുണ്ടെന്നും അലൈൻ NMC സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ നിയോനേറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് ഉൾപ്പെടെ തങ്ങളുടെ ആശുപത്രിയിലെ നൂതന സൗകര്യങ്ങൾ അതിന്റെ തെളിവാണെന്നും ഡോക്ടർ BR ഷെട്ടി പറഞ്ഞു. 2017 മധ്യത്തോടെ 11 കേന്ദ്രങ്ങൾ കൂടി പുതുതായി ആരംഭിക്കുമെന്ന് NMC ഹെൽത്ത് കെയർ ഡെപ്യൂട്ടി CEO പ്രശാന്ത് മങ്ങാട് പറഞ്ഞു. ഡോക്ടർമാരായ അനിൽ പിള്ള, ഇജാസ് അഹമ്മദ് എന്നിവരും ചടങ്ങിൽ സംബന്ധിച്ചു. അലൈനിലെ ദാനത്ത് അലൈൻ റിസോർട്ട് ഹോട്ടലിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഇവിടെ ചികിത്സ നേടിയ കുഞ്ഞുങ്ങളും അവരുടെ മാതാപിതാക്കളും ബന്ധുക്കളും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ദുബായ്.